ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഭൂതോച്ചാടന അനുഭവ പാഠങ്ങളുടെ 17ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിന് ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇടവകയിലായിരിക്കുമ്പോൾ ഇടവകയിലുള്ള വല്ലാത്ത പൈശാചിക പീഡയുള്ള ഒരു കുടുംബം, ഒരു വീട്, ആ വീടിൻ്റെ ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി ആ വീട്ടിലെ വിസ്തോർബാൻ അർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു വ്യക്തത കിട്ടി. അപ്പോൾ ഒരു ദിവസം ഞങ്ങളതിന് കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങി പിതാവിൻ്റെ അനുവാദമൊക്കെ മേടിച്ചിട്ട് വീട്ടിലിങ്ങനെ വൈകുന്നേരം സന്ധ്യാസമയത്ത് പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് ഞങ്ങൾ കുർബാന അർപ്പിക്കുകയാണ്. കുർബാന അർപ്പിക്കാൻ ആരംഭിച്ച് സർവമർമ്മ ക്രമത്തിൽ കുർബാന ആരംഭിച്ച് വരുമ്പോൾ ശബ്ദമുയർത്തി പാടുവിനെന്നുള്ള പാട്ട് പാടുന്ന പരിശുദ്ധ കീർത്തനം, ആ പാട്ടിൻ്റെ സമയം മുതൽ ആ വീടിൻ്റെ 2ാം നിലയിൽ നിന്ന് ഞങ്ങൾ കുർബാന അർപ്പിക്കുന്ന മുറിയുടെ നേരെ മുകളിൽ ഇങ്ങനെ ആ തട്ടിനിട്ട് വാർക്കയ്ക്കിട്ട് ഇങ്ങനെ മുട്ടി വെച്ച് ഇടിക്കുന്നതിൻ്റെ സ്വരം ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. വീട് മുഴുവൻ കിടുങ്ങുകയാണ്. ഞാനിത് കേട്ട് അല്പം ഒന്ന് ശങ്കിച്ച. ആദ്യം എൻ്റെ കൂടെ ഒരു സിസ്റ്ററുണ്ട്, കുർബാനയ്ക്ക് സഹായിക്കാൻ വേണ്ടി ഞാൻ പിടിച്ചുകൊണ്ട് വന്നതാണ്. കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ട്, ഒത്തിരി പേരില്ലെങ്കിലും 4-5 പേരുണ്ട്. അവരെല്ലാവരും കേൾക്കണം, എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, ഞടുങ്ങുന്നുണ്ട്. സിസ്റ്റർ നോക്കുന്നുണ്ട്. സിസ്റ്റർ പിന്നെ പറഞ്ഞു അവിടെ പണിക്കാരാരാണ്ട് പണിയുന്നുണ്ടായിരുന്നില്ല. സിസ്റ്റർ പിന്നെ പറഞ്ഞാനൊന്നും വേണ്ടിയില്ല. യഥാർത്ഥത്തിൽ ആ വീട്ടിൽ പണിക്കാരൊന്നും ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും പണിക്കാരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് വൈകുന്നേരം സ്വസ്ഥമായിട്ട് ഞങ്ങൾ ഒരു കുർബാന അർപ്പിക്കുകയാണ്. ഇത് മാത്രമല്ല, ഓരോ പ്രാർത്ഥനയില്ല മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ ഇടിയുടെ ശബ്ദം ഇങ്ങനെ ഒപ്പം വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു പൈശാചിക ഇറിറ്റേറ്റിംഗ് എക്സ്പീരിയൻസ് ആണ്. അവൻ നമ്മളെ ഞെരുക്കാൻ നോക്കുന്നതാണ്, നമുക്കിതിൽ പ്രതികരിക്കുന്നതാണ്. പിശാചിൻ്റെ ഇടപെടലുള്ള പല സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും പെട്ടെന്ന് തന്നെ അനേകർ അനുഭവിക്കുന്ന ഇങ്ങനെയുള്ള തട്ടുമുട്ടുമൊക്കെ ഈ വീട്ടിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളതാണ്. ഞാൻ കുറേ കൂടെ വിശ്വാസത്തിൻ്റെ കരുത്തോടെ വ്യക്തതയുടെ കുർബാന അർപ്പിച്ച് പ്രാർത്ഥനയില്ലെങ്കിൽ മുന്നോട്ട് നീങ്ങി നിങ്ങളുടെ വിചാരങ്ങൾ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്നുള്ള പ്രാർത്ഥന ഞാൻ കര ഉയർത്തി പ്രാർത്ഥിച്ച അവസരത്തിൽ ഈ ശബ്ദവും ഇല്ലെന്നായി. പിന്നെ കേട്ടില്ല. കുർബാന കഴിഞ്ഞ വീട് ഞാൻ വെഞ്ചരിക്കാനായിട്ട് കുടുംബാംഗങ്ങളൊക്കെ വിശ്വത്തേനെ തളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ആ വീട് മുഴുവൻ കയറി ഇറങ്ങി നടന്ന് മോളിൽ കൂടി ചെന്നപ്പോൾ ഞാനവിടെ നല്ലപോലെ നോക്കി. അവിടെ എന്തെങ്കിലും മുട്ടിയോ തട്ടിയതിൻ്റെ സാധനങ്ങളോ മുട്ടിയതിൻ്റെ പാടോ പൊടിയോ ഒന്നുമില്ല. നല്ല തുടച്ച് ക്ലിയറാക്കി വൃത്തിയൊക്കെ ഇട്ടിരിക്കുന്ന 2ാം നിലയാണ്. അവിടെ ഒന്നുമില്ല. ശരിക്കും പൈശാചികമായ അതൃപ്തിയുടെ ഒരു അനുഭവമായിരുന്നു ആ സ്വരം എന്നെനിക്ക് മനസ്സിലായി. വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ഞാൻ ഒരു വിസ്തർബാൻ ഇങ്ങനെ ശുശ്രൂഷ മധ്യ അവതരിപ്പിച്ച് ആയിരിക്കുമ്പോൾ ആ ശുശ്രൂഷ സംബന്ധിക്കുന്ന അല്പം ഗിഫ്റ്റുള്ള ഒരു സഹോദരി ഇത് കഴിഞ്ഞപ്പോൾ എൻ്റെ പക്കലെത്തി ഒരു കുറിപ്പ് എൻ്റെ കയ്യിൽ തന്നിട്ട് പോയി. അപ്പോൾ കുറിപ്പ് ഞാൻ പിന്നെ തുറന്ന് വായിച്ചപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, അച്ഛാ ഞാനൊരു ദർശനം കണ്ട അച്ഛൻ കുർബാന അർപ്പിച്ചപ്പോൾ നിങ്ങളുടെ വിചാരങ്ങൾ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കരമുയർത്തി പ്രാർത്ഥിച്ച അവസരത്തിൽ അച്ഛൻ അൾത്താരയ്ക്ക് അച്ഛൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സ്വർഗത്തിൽ ഒരു മേഘം ഇറങ്ങി വന്നിട്ട് ആ മേഘത്തിനകത്ത് 2 കരങ്ങൾ ഇങ്ങനെ താഴേക്ക് വന്നിട്ട് അച്ഛൻ്റെ 2 കൈകൾ സ്പർശിക്കുന്നു. ഞാൻ കണ്ട ചാർന്നത് അത്രയേ ഉള്ളൂ കുറിപ്പ്. ഇത് വായിച്ചപ്പോൾ ദർശനങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ ശ്രദ്ധിക്കണം. ഇത് ശരിക്കും ലിറ്റററ്റിക്കൽ തിയോളജി വെച്ച് നോക്കുമ്പം ശരിയാണ്. ഏത് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പം മദ്ബഹ തന്നെ സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. അൾത്താര സ്വർഗവും ഭൂമിയും കൂട്ടിമുട്ടുന്ന സ്ഥലമാണ്. അതും നിങ്ങളുടെ വിചാരങ്ങൾ ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബലിയർപ്പണത്തിൻ്റെ ആ ഭാഗത്ത് കരവർത്തി പ്രാർത്ഥിക്കുമ്പം സമൂഹം മുഴുവനും ഉള്ളുറ സ്വർഗത്തിലേക്ക് തങ്ങളെ തന്നെ ചേർക്കുകയും സ്വർഗം ഭൂമിയിലേക്ക് തുറന്നിറങ്ങുന്ന സമയമാണ്. അപ്പോഴാണ് നമ്മൾ ഓശാന എന്നുള്ള പാട്ടുപാടി സ്വർഗത്തിലെ മാലാഖമാർ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ പാടി ശ്രദ്ധിക്കുന്നത് അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ സ്വർഗത്തോട് ചേർന്ന് പാടുന്ന ഒന്നായി ഉച്ചസ്വരത്തിൽ അവർ പാടുന്ന സമയമാണ്. സ്വർഗം 1ാം സമയമാണ്. അപ്പോൾ അത് വെച്ചാൽ ദർശനം വളരെ കറക്റ്റാണ്. പിന്നീട് ഈ ദർശനമൊക്കെ ചിന്തിച്ചപ്പോൾ പെട്ടെന്നൊരു കണക്ഷൻ എനിക്ക് കിട്ടി. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ കുർബാന അർപ്പിച്ചപ്പോൾ ഈ സമയത്താണല്ലോ ഈ 2ാം നിലയിൽ ഈ മുട്ട് നിന്ന് പോയത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി സ്വർഗം തുറന്ന് ആ വീട്ടിൽ കുർബാന അർപ്പിച്ചപ്പോൾ സ്വർഗം തുറന്ന് ആ വീട്ടിലേക്ക് ആ സാന്നിധ്യം നിറഞ്ഞ് വന്ന അവസരത്തിൽ ആ മുട്ടിക്കൊണ്ടെന്ന് തിന്മയുടെ ഒരു വിട്ടുപോയതാണല്ലോ. കഴിഞ്ഞ ശേഷം പറയുകയുണ്ട്, ഒരു കുർബാനയുടെ ആരംഭത്തിൽ പൈശാചിക ആവാസമുള്ള വ്യക്തിയിലെ അരിവിങ്ങനെ നിസ്സഹായപ്പെട്ട് അലറി വിളിക്കുകയാണ്. ഇവിടെ മുഴുവൻ സ്വർഗം ഇറങ്ങി വരികയാണ്, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, മാലാഖവരെ കൊണ്ട് നിറയുക, എന്നോട് മാറ്റ് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ബലിയർപ്പിക്കുന്ന ഒരു സ്ഥലത്ത് സ്വർഗത്തിൻ്റെ സാന്നിധ്യം മാത്രം നിറയുന്നു എന്നുള്ളത്. ഇത് ബലിയർപ്പിക്കുന്നത് മാത്രമല്ല, ഏതെങ്കിലും ഒരു വ്യക്തി പ്രാർത്ഥനയെ വ്യാപരിക്കുന്നത് ഇതിന് സംഭവിക്കുന്നില്ലേ? നമ്മൾ മത്തായി 17-ലും ഒക്കെ അതുപോലെ മർക്കോസ് 9-ലും ഒക്കെ ഈശോ അപ്പസ്തലന്മാരെ കൂടി താബോർ പ്രാർത്ഥിക്കുന്ന രംഗങ്ങൾ വായിക്കുന്നുണ്ട് ഉയർന്ന മലയിൽ.
പ്രാർത്ഥിക്കുമ്പോൾ ഈശോ 3 പേരെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് പ്രാർത്ഥിക്കാൻ, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. പക്ഷെ പ്രാർത്ഥനയുടെ അവസരത്തിൽ ഈശോയുടെ കൂടെ വേറെ 3 പേരും കൂടി ഉണ്ട്, കൂട്ടിക്കൊണ്ട് പോകാത്തവരായിട്ട് അവിടെ വരുന്നു. അത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. നമുക്കറിയാം, മോശ, ഏലിയ, പിതാവായ ദൈവം മേഘത്തിൽ ഇറങ്ങി വന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് കേൾക്കുന്നു പ്രഖ്യാപിക്കുകയാണ്. മോശയും ഏലിയായോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു ഈശോയോട്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഏതെങ്കിലും വ്യക്തി, ഇവിടെ ഈശോ ആ മലമുകളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കയറി. അന്ന് ആ മലമുകളിൽ പ്രാർത്ഥിക്കാൻ കയറിയപ്പോൾ അവിടെ സ്വർഗം തുറന്നിറങ്ങി വന്നു. സ്വർഗത്തിന്റെ വിശുദ്ധരോടെ കടന്നു വരികയാണ്, ഈശോയോട് സമ്പാദിക്കുകയാണ്. ഏതെങ്കിലും ഒരു വ്യക്തി എവിടെയെങ്കിലും, അത് പള്ളിയിലാണെന്നില്ല, വീട്ടിലാണെങ്കിൽ പോലും പ്രാർത്ഥിക്കുമ്പോൾ, അല്ല പുറത്ത് എവിടെയെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ, മലമുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സ്വർഗം തുറക്കപ്പെടുന്നുണ്ട്. നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോൾ, വിശുദ്ധരോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടെ സാന്നിധ്യം അവിടെ വരികയാണ്. അപ്പൊ നമ്മുടെയൊക്കെ ഭവനങ്ങളെയും പരിസരങ്ങളെയൊക്കെ വിശുദ്ധീകരിക്കാനായിട്ട് പ്രാർത്ഥന എന്തുമാത്രം സഹായിക്കുന്നുണ്ട്, ഉപയുക്തമാകുന്നുണ്ട് എന്നുള്ളത് എത്രയോ ഈ അനുഭവത്തിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. എവിടെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന അവിടെയുള്ള തെന്മേടിയ അരുവികള്, ഈ ഞാൻ പറഞ്ഞ പ്രാർത്ഥിച്ച് കുർബാന അർപ്പിച്ച വീട്ടിൽ തട്ടി മുട്ടി അസ്വസ്ഥ ഉണ്ടാക്കുന്ന അരുവികൾ വിട്ടുപോയി. കുർബാന അർപ്പിച്ചപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വീടുകൾ കുർബാന അർപ്പിക്കാൻ പറ്റിയല്ലോ. നമ്മൾ പ്രാർത്ഥിച്ച് സ്തുതിച്ച് നമ്മുടെ വീട്ടിൽ പെരുമാറുമ്പോൾ, നമ്മുടെ പറമ്പിൽ കൂടെ പെരുമാറുമ്പോൾ, നമ്മുടെ ജോലി സ്ഥലത്ത് പെരുമാറുമ്പോൾ അവിടെ തിന്മ വിട്ടുപോകാൻ ഇടവരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായിരിക്കും ഈശോ പറയുന്ന മർക്കോസ് 9 അവസാന വാക്കുകൾ, പ്രാർത്ഥന കൊണ്ടല്ല മറ്റൊന്നും ഈ വർക്കം വിട്ടു പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ മാധ്യസ്ഥ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.